ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചോറ് ഉണ്ടാക്കാം. കുക്കറിൽ തന്നെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വിരുന്നിന് നെയ്ച്ചോറോ പുലാവോ അല്ലാതെ ഒരു റൈസ് വേണം തോന്നുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ 1 കപ്പ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. കഴുകിയ ശേഷം നല്ല വെള്ളം ചേർത്തിട്ട് അരമണിക്കൂർ കുതിർത്ത് വെക്കണം. ബസുമതി റൈസ് വേണമെന്ന് നിർബന്ധമില്ല. നാടൻ രീതിയിൽ നമ്മുടെ സാധാ ചോറുണ്ടാക്കുന്ന അരി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. ഏത് അരിയായാലും കുതിർത്ത് വെക്കണം. എന്നിട്ട് കുതിർത്ത ശേഷം വെള്ളം മാറാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഊറ്റി വയ്ക്കാം. കുക്കറിൽ ചെയ്യുമ്പോൾ 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ 1/2 കപ്പ് തേങ്ങാപ്പാൽ ആദ്യം ചേർത്തിട്ട് പിന്നെ 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. നമ്മുടെ സാധാ ചോറ് വെക്കുന്ന മട്ടരിയോ അല്ലെങ്കിൽ വെള്ളക്കുറുവിയോ ഒക്കെ ആണെങ്കിൽ 1 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം വേണ്ടി വരും. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാലും 2 കപ്പ് ചൂടുവെള്ളമായിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 6 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിനടുത്ത് ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ് കേട്ടോ. ഇതേ ഒരളവിന് തന്നെ ഉലുവയും ചേർക്കാം. ഈ ചെറിയുള്ളിയുടെ ജീരകത്തിന്റെ ഒക്കെ ഫ്ലേവറും പിന്നെ ഉലുവയുടെ ചെറിയൊരു കയ്പും വേണം, ഒന്നും കൂടി പോരുത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നിറയെ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ വളരെ ചെറിയൊരു കഷ്ണം ബേ ലീഫും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മളിത് കറി ചേർത്തിട്ടാണ് കഴിക്കുക. അപ്പോൾ ചോറിൽ ഉപ്പ് ഒരുപാട് വേണ്ട, ഒരു പാകത്തിന് മതി. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് എല്ലാതും ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഊറ്റി വെച്ച അരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാലും അരിയും ഒക്കെ ചൂടായിട്ട് വരുമ്പോൾ കുക്കർ മൂടി വയ്ക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലും അല്പം ഒന്ന് കുറച്ച് വെച്ചിട്ട് 1 വിസിലിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതല്ലാതെ സാധാ ചോറ് എടുക്കുമ്പോൾ 2 വിസിൽ വന്നിട്ട് ഓഫ് ചെയ്താൽ മതി. പിന്നെ പ്രഷർ ഫുള്ള് മാറിയിട്ട് കുക്കർ തുറക്കാവൂ, അതുവരെ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ റൈസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. തേങ്ങാപ്പാലും തേങ്ങയൊക്കെ ചേർത്തുണ്ടാക്കിയ കാരണം നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറാണ് ഈ ചോറിന്. ഈ തേങ്ങാച്ചോറ് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. കുറച്ചുകൂടെ സ്പെഷ്യൽ ആക്കാനായിട്ട് ഒരു താളിപ്പ് ചേർത്തിട്ട് എടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടലപ്പരിപ്പും കുറച്ച് കാഷ്യൂ നട്ട്സും ചേർത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് കളറ് മാറി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കണം. എല്ലാം നെയ്യിൽ മൂത്ത് വന്ന ശേഷം ഈ താളിപ്പ് നമുക്ക് ചോറിലേക്ക് ചേർക്കാം. ഇനി ഇത് സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. സാധാരണയായിട്ട് തേങ്ങാച്ചോറും ഒരു നോൺ വെജ് കറിയുമാണ് കേട്ടോ കോമ്പിനേഷൻ. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.